ഈ അടുത്ത ദിവസങ്ങളിലായി +2 പരീക്ഷ കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഡിഗ്രിയുടെ എൻട്രൻസ് എക്സാം കാര്യപ്പെട്ടത് സർവകലാശാല ക്യാമ്പസിൽ നടക്കുകയാണ്. ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ 2-3 എൻട്രൻസ് പരീക്ഷകൾ നടത്തുകയുണ്ടായി. കാര്യവട്ടം ക്യാമ്പസിൽ പോയപ്പോൾ മാലിന്യ കൂമ്പാരം കണ്ട് അത്ഭുതപ്പെട്ടുപോയി ഞാൻ. ആ വീഡിയോയിലേക്കും വാർത്തയിലേക്കുമാണ്. ഇങ്ങനെയാണോ ഒരു ക്യാമ്പസ് സൂക്ഷിക്കേണ്ടത്? മാലിന്യം വലിച്ചെറിയുന്നത് വളർന്നു വരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികളത് കാണുന്നു. അവിടെയും രാഷ്ട്രീയ സംഘടനകളുണ്ട്. എന്തുകൊണ്ട് കോളേജ് ക്യാമ്പസ് വൃത്തിഹീനമാകുന്നു? നടപടിയെടുക്കണ്ടേ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോ കെമിസ്ട്രിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിലാണ് ഈ മാലിന്യ കൂമ്പാരം ഇങ്ങനെ കൊണ്ട് തള്ളിയിരിക്കുന്നത്. അവിടെ കരിയില സൂക്ഷിക്കാനായിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ കരിയിലയ്ക്ക് പകരം സർവത്ര വേസ്റ്റും അവിടെ വാരി എറിയുന്നു. കാക്കകൾ ഇരുന്ന് കൊത്തിപ്പറക്കി തിന്നുന്നു. പട്ടികളുടെ ശല്യം അതിരൂക്ഷമാണ്. എത്ര സുന്ദരമായ ക്യാമ്പസാണെന്ന് കണ്ടോ? തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ സർവകലാശാലയാണ്, യൂണിവേഴ്സിറ്റിയാണിത്. വിശാലമായ സ്ഥലം. പക്ഷേ അവിടെ ഒരു അശനിവാദം പോലെ ഇങ്ങനെ ഈ ഒരു മാലിന്യം വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എത്രയോ കുട്ടികൾ പഠിക്കുന്നു. ഇത് അധികൃതർ വളരെ ഗൗരവത്തോടെ കണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയേ മതിയാവും. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ശക്തമായി പറയുകയാണ്. അധികൃതർ എത്രയും വേഗം മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി രൂപീകരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിശേഷവുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.